റിൻസിയാണ് വിഷയം. എൻ്റെ വീഡിയോ റെഗുലറായിട്ട് കാണുന്ന ആളുകൾക്ക് റിൻസി എന്നുള്ള പേര് നിങ്ങൾക്കറിയുമായിരിക്കും. കാരണം ഉണ്ണി മുകുന്ദൻ സീക്രട്ട് ഏജൻറ്റ് ലൂപ്പിനകത്ത് ഈ പേര് വന്നിട്ടുണ്ട്. മാർക്കോ സിനിമ റിലീസായ ടൈമിൽ ഞാൻ റിവ്യൂ ചെയ്തപ്പോൾ എനിക്ക് വന്നൊരു PR അറ്റാക്ക് ഉണ്ടായിരുന്നു. ആ PR അറ്റാക്കിൽ ഇതൊരു കാൽക്കുലേറ്റഡ് ആയിട്ട് എന്നെ മാത്രം ടാർഗറ്റ് ചെയ്ത് വെച്ച ഒരു PR അറ്റാക്കാണ് എന്നിലേക്ക് തന്നത്. അത് വിപിനിലൂടെയാണ് വന്നത്. അത് യൂഷ്വൽ ഉണ്ണി മുകുന്ദൻ PR ടീമിനേക്കാൾ കൂടുതൽ വിപിനുമായിട്ട് ബന്ധപ്പെട്ട സംഘപരിവാർ കുറച്ച് PR ഹാൻഡിലുകൾ ഈ പറഞ്ഞ മാളികപ്പുറം സിനിമ കഴിഞ്ഞതിന് ശേഷം എനിക്ക് വെച്ച ടാർഗറ്റ് അതിൻ്റെ ഒരു ബാക്കി മാർക്കോയിലൂടെ എക്സിക്യൂട്ട് ചെയ്തൊരു സാധനമാണ് എന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്തത് റിൻസിയാണ്. ഇതേ റിൻസിയാണ് ഇപ്പോൾ പോലീസ് ലോക്കാക്കിയത്. അപ്പോൾ റിൻസിയുടെ വേറെ ബോട്ട്സ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട്സ് ഒന്നും എനിക്കൊരു പിടുത്തവുമില്ല. എനിക്ക് റിൻസി എന്ന് പറഞ്ഞ വ്യക്തിയെ അറിയുന്നത് ഈ മാർക്കോ കഴിഞ്ഞതിന് ശേഷം റിൻസിയും വിപിനും തമ്മിലുള്ളൊരു ക്ലാഷ് ഉണ്ട്. വിപിൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പം ഈ ഉണ്ണി മുകുന്ദൻ്റെ മാനേജറാണെന്ന് വിപിൻ പറയുന്നു, മാനേജർ അല്ല എന്ന് ഉണ്ണി മുകുന്ദൻ പറയുന്നു. ഇടിച്ചു, കുത്തി, തല്ലി, കണ്ണടറി പൊട്ടിച്ചു ആ വിപിൻ. അപ്പോൾ വിപിനും റിൻസിയും തമ്മിൽ ഈ ക്രെഡിറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. മാർക്കോ പണിയെടുത്തത്, PR ടീം ഇറങ്ങി പണിയെടുത്തത് ഒബ്സ്ക്യൂറ മീഡിയയ്ക്ക് വേണ്ടി റിൻസിയാണ് എന്നും അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റിയത് മൊത്തം വിപിനാണ് എന്നുള്ളത്. ഇതാണ് ബേസിക്കലി ആ ഇഷ്യൂ. ആ വീഡിയോ നിങ്ങൾ പോയി കണ്ടാൽ മതി. അപ്പോൾ അതിനകത്ത് റിൻസി സോഷ്യൽ മീഡിയയിലിട്ട കുറേ പോസ്റ്റുകൾ, പിന്നെ എനിക്ക് ഷെയർ ചെയ്ത് തന്ന കുറച്ച് ഇൻഫർമേഷൻസൊക്കെ ഉണ്ട്. അത് വെച്ചിട്ടാണ് ഞാനന്ന് ഉണ്ണി മുകുന്ദൻ ഫാൻസിനോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, വിപിൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പണി തരുന്ന ഒരാളാണ്, ശ്രദ്ധിച്ചോ മക്കളെ നിങ്ങളെന്നുള്ളത്. എനിക്ക് വീണ്ടും പറയാനുള്ളത്, ഇപ്പോൾ ഈ വിഷയം റിൻസി ലോക്കായ സമയത്ത് ഉണ്ണി മുകുന്ദൻ്റെ മാനേജറാണ് റിൻസി എന്നുള്ളൊരു വേർഷനിലേക്ക് കാര്യങ്ങൾ പോയതിൻ്റെ ഒരു വഴി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. ഉണ്ണി മുകുന്ദനും അത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നോക്കാം. ഈ റിൻസി, എനിക്ക് റിൻസിയെ പരിചയം ആ ഒരു ടൈമിലാണ്. ഈ മാർക്കോ ഇറങ്ങിയിട്ട് ഇവരുടെ ഈ ക്രെഡിറ്റ് ഇഷ്യൂ നടക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കാണ് ഇതിൻ്റെ ക്രെഡിറ്റ്, അതായത് സിനിമ ഹിറ്റായല്ലോ. ആ ടൈമിൽ റിൻസി കുറേ സോഷ്യൽ മീഡിയ പോസ്റ്റും കാര്യങ്ങളും ഇടുന്നു. അതിനുശേഷം നമ്മുടെ ആറാട്ടണ്ണൻ, അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആറാട്ടണ്ണനാണ് റിൻസിയെ എനിക്ക് പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ റിൻസിയെ ഞാൻ പരിചയപ്പെടുന്നു. ആ ഒരു ടൈം ഫ്രെയിമിനകത്ത് എനിക്ക് ഡീറ്റെയിൽസ്, അതായത് എങ്ങനെയാണ് ഈ വിപിൻ ക്രെഡിറ്റ് അടിച്ച് മാറ്റിയതെന്നും ഇവരുടെ ഹാർഡ് വർക്കിനെ എങ്ങനെ വിപിൻ ഇതാക്കാതിരുന്നു എന്നും പിന്നെ എന്നിലേക്ക് എങ്ങനെയാണ് ഈ PR സാധനങ്ങൾ വഴിതിരിച്ച് വിട്ടേന്നുള്ള സാധനങ്ങളൊക്കെ തന്നപ്പോൾ ഞാനത് വീഡിയോ ആക്കി. അത് ക്ലിയർ കട്ട് ഇൻഫർമേഷനാണ്, അതൊരു മിസ്ലീഡിങ് ഇൻഫർമേഷനോ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല, ക്ലിയർ കട്ട് സാധനമായിരുന്നു. അതിനെ തുടർന്നിട്ട് ഇതിന് മുമ്പും ഉണ്ണി മുകുന്ദനും വിപിനും തമ്മിൽ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ മാർക്കോൻ്റെ ടൈം ആയപ്പോഴത്തേക്ക് അവർ രണ്ടുപേരും എന്തായി, രണ്ട് വഴിക്കായി. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ ഈ ഉണ്ണി മുകുന്ദൻ വിപിൻ ഇഷ്യൂ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർക്കോൻ്റെ ടൈമിൽ ഒബ്സ്ക്യൂറ മീഡിയ, റിൻസി, ഇവരെ ഉണ്ണി എന്ത് ചെയ്തു, അവരെടുത്ത പണിക്ക് അവരെ ഉണ്ണി മുകുന്ദൻ സപ്പോർട്ട് ചെയ്തു. ആ ടൈമിൽ വിപിന് കുരു പൊട്ടിയിട്ടാണ് ഇവൻ തൂങ്ങാൻ പോയതും. രാത്രി പോയി അവിടെ കാര്യങ്ങൾ പറഞ്ഞ് സെറ്റപ്പാക്കി. പിന്നെ അവിടുന്ന് പിറ്റേ ദിവസം ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലിട്ട്, പിന്നെ എനിക്ക് തോന്നുന്നത് റിൻസി ആ ഫോട്ടോ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ റിൻസി ആയിട്ടുള്ള എൻ്റെ കോൺടാക്റ്റ് ഇതാണ്, ആ ഒരു ലൂപ്പിലാണ്. അതായത് ഉണ്ണി മുകുന്ദൻ, വിപിൻ, ആ ഒരു മാർക്കോ ലൂപ്പിലാണ് എനിക്ക് റിൻസിനായിട്ട് കോൺടാക്റ്റ് ഉള്ളത്. അതിനുശേഷം ഏതൊക്കെയോ സിനിമയുടെ ഇങ്ങനത്തെ PR വർക്കുകൾ. റിൻസി ഈസ് എ PR, ഓക്കെ, സിനിമ PR, മൂവി PR. റിൻസി ഒരു യൂട്യൂബർ അല്ല. ഞാൻ ആദ്യമേ ഇവിടുത്തെ 24/7 ന്യൂസ് ചാനലുകളോട് ഞാൻ പറയുന്നു, നിങ്ങൾ ദയവ് ചെയ്ത് എഴുതുമ്പോഴും പറയുമ്പോഴും റിൻസി യൂട്യൂബർ എന്ന് പറയല്ലേ. റിൻസിയുടെ യൂട്യൂബ് ചാനൽ ഏതാ നിങ്ങളൊന്ന് കാണിച്ചു കഴിഞ്ഞു. ഇവിടുത്തെ ഈ ന്യൂസ് ചാനലുകൾ ഈ യൂട്യൂബർ എന്ന് എഴുതുമ്പോൾ അറ്റ്ലീസ്റ്റ് അത് അതിൽ ക്രെഡിബിലിറ്റി ഉള്ള യൂട്യൂബറാണ്. അയാൾ യൂട്യൂബിലുണ്ടോ, അയാൾ എന്ത് തരം നീഷിനകത്താണ് യൂട്യൂബിനകത്ത് ഇരിക്കുന്നത്, എങ്ങനെ, ഇപ്പോൾ അത് നിങ്ങളൊന്ന് ദയവ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റഡി ചെയ്യണം. റിൻസി ഈസ് എ സിനിമ PR. എന്തുകൊണ്ട് ഇത് യൂട്യൂബർ എന്ന് പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞിട്ടെ, സിനിമാക്കാരുടെ ഇടയിൽ, സിനിമ പ്രൊമോഷൻസ് നടത്തുന്ന ഇങ്ങനത്തെ PR ഗ്രൂപ്പ്സിൻ്റെ ഇടയിൽ, ഞാൻ എല്ലാവരെയും പറയുന്നില്ല, പക്ഷെ ചിലരുടെയൊക്കെ ഇടയിൽ ഇതേപോലെ ലഹരി കൊണ്ട് നടന്ന് സിനിമാ ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ഇത് സിനിമ ഇവിടെ ഒക്കെ PR ആണല്ലോ മക്കളെ. അപ്പോൾ ആ PRൻ്റെ കളിയാണ് ഇപ്പോൾ നിങ്ങൾ പകുതി കാര്യങ്ങൾ, അതായത് റിൻസി യൂട്യൂബർ എന്ന് കാണുന്നത് ഒരു PR കളിയാണ്.
ഉണ്ണി മുകുന്ദൻ്റെ മാനേജറാണ് റിൻസി എന്ന് പറയുന്നതും ഒരു തരം PR കളിയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളും ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇൻ ഡെപ്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ റിൻസിയെയും ഒപ്പമുള്ള ആൺ സുഹൃത്തിനെയും ഡാൻസ് ആഫ് ഫ്ലാറ്റിൽ നിന്ന് പൊക്കുന്നു. ഓക്കെ, ഹർത്താലിൻ്റെ ദിവസമാണ്, പണിമുടക്കിൻ്റെ ദിവസമാണ് ഇവരെ പൊക്കിയിട്ടുള്ളത്. ഈ സ്കെച്ച് റിൻസിക്ക് വീണിട്ട് കുറച്ചധികം കാലമായിട്ടുണ്ട്. ഓക്കെ, എനിക്ക് തന്നെ നിങ്ങളിത് ശ്രദ്ധിക്കണം. ഞാൻ പല വീഡിയോസിലായിട്ട് ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ പറയും നീ ഭയങ്കര തള്ളാണ് മറ്റേതാണെന്നുള്ളത്. സിനിമാ ഫീൽഡിലും ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഇടയിലും ഇതേപോലെ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആളുകളും അവർക്ക് ഈ സാധനങ്ങൾ കൊടുക്കുന്ന ആളുകളൊക്കെ ട്രാക്ഡ് ആണ് എന്നുള്ളതും, അല്ലെങ്കിൽ അവരെ ട്രാക്ക് ചെയ്യുന്നതിൻ്റെ ഇൻഫർമേഷന് വേണ്ടിയിട്ടൊക്കെ നമ്മളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാറുണ്ട്. എന്നിലേക്കോ അല്ലെങ്കിൽ എനിക്ക് അറിയുന്ന കുറച്ച് ആളുകളിലേക്കോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളും അതിനൊരു സഹായം എന്നുള്ള രീതിയിൽ സിസ്റ്റത്തിനെ സഹായിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഒരു രണ്ടാഴ്ച മാക്സ് ടു മാക്സ് 2 അല്ലെങ്കിൽ 3 ആഴ്ച മുമ്പാണ് ഈ റിൻസിയുടെ കാര്യം ഞാൻ അറിയുന്നത്. റിൻസി ട്രാക്ഡ് ആണ്, റിൻസിനെ എന്താണെങ്കിലും പൊക്കുന്നത്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനൊരു കളി ഉണ്ടായിരുന്നു ഇതിൻ്റെ ബാക്കിൽ. മനസ്സിലായ? കറക്റ്റ് അവരെന്ത് ചെയ്തു, പൊക്കി. സ്വിഗ്ഗി ഡെലിവറി എന്ന് പറഞ്ഞിട്ടാണ് ഫ്ലാറ്റിൽ പോയത്. അതിനുശേഷം ഇവർക്കൊന്നും എടുത്ത് വെക്കാനോ ഒളിപ്പിക്കാനോ പറ്റിയില്ല. ഫോണടക്കം എല്ലാ സാധനങ്ങളും ഡിലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, ഒരു സാധനത്തിനും പറ്റിയില്ല. ഫോണടക്കം റിൻസിയെയും ഒപ്പമുള്ള ചങ്ങായിനെയും പൊക്കി. ഇപ്പോൾ ഫോൺ എടുത്ത് നോക്കുമ്പോഴുള്ള അവസ്ഥ എന്താ അറിയോ? ഞാൻ ആരാ എന്തോന്നും നിങ്ങളോട് പറയുന്നില്ല. കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള സിനിമാക്കാർ, റിയാലിറ്റി ഷോ ഡാൻസ് പരിപാടികളായിട്ട് നടക്കുന്ന ആളുകൾ, ആങ്കേഴ്സ്, ഓക്കെ, ആങ്കറിങ്ങിന് പോകുന്ന, ആങ്കറിങ് TV ചെയ്യുന്ന, റിയാലിറ്റി ഷോയിൽ ചെയ്യുന്ന അങ്ങനത്തെ കുറേ ആങ്കേഴ്സ്, അതിൽ ലേഡീസ് ഉണ്ട്, ആണുങ്ങളുണ്ട്, കുറേ വലിയ വലിയ പേരുകൾ റിൻസിയുടെ ഫോണിനകത്തുനിന്ന് ചാറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. വഴിയെ ഈ സിസ്റ്റം പ്രോപ്പറായിട്ട് ലഹരിക്കെതിരെ ആക്ട് ചെയ്യുമെന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. കാരണം റിൻസി തന്നെ നിൽക്കരുത്, ഇതിന് മോളിക്ക് ഇതിൽ ഇൻവോൾവ് ആയിട്ട് ഒരുപാട് പേരുണ്ട്, ഒരുപാട് വലിയ വലിയ പേരുകളുണ്ട്. അതൊക്കെ പുറത്ത് വരണം. ലഹരി ഉപയോഗിക്കുന്ന ഒരുത്തനോ ഒരുത്തിയോ എന്ത് ചെയ്യരുത്, സൊസൈറ്റിയിൽ ഇങ്ങനെ ഒളിച്ചിരുന്ന് നല്ലവരായി പിന്നെ പുറത്ത് പ്രൊജക്റ്റ് ചെയ്യാൻ പാടില്ല. അവരുടെ ആ ഒരു വശം, ആ വൃത്തികെട്ട വശം, സൊസൈറ്റിയെ എന്താ പറയുക പറ്റിക്കുന്ന ആ ഒരു മുഖം ഉണ്ടല്ലോ അത് പുറത്ത് വരണം. അത് ഇവിടുത്തെ ഡാൻസ് ആഫ് കൃത്യമായി ചെയ്യുന്നുണ്ട്. അതിലെനിക്ക് ഭയങ്കര ഹാറ്റ്സ് ഓഫ് കേട്ടോ ഡാൻസ് ഓഫ് സെല്ലിന്. കാരണം ഡാൻസ് ഓഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്നത് സാധാ പോലീസുകാരെ പോലെ അല്ല. അവർ ആരാന്നേ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെ നമ്മളുടെ ഇടയിൽ തന്നെ അവർ നടക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ റിൻസിയെ പൊക്കിയിട്ട് അവർ വൻ ഷോ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നിട്ട് നടുവരലൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട് റിൻസി. എന്തൊരവസ്ഥ, സിസ്റ്റത്തിനോടുള്ള വെല്ലുവിളിയാണോ ഇത്? ചെയ്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വൃത്തികെട്ട പരിപാടി. എന്നിട്ട് ഇമാതിരി ഷോ ഇരുന്ന് കാണിക്കുന്നത് ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ചിലപ്പോൾ ആരെങ്കിലും രക്ഷപ്പെടുത്തും ഇറക്കും എന്നുള്ള ധൈര്യം കൊണ്ടൊക്കെ ആയിരിക്കണം മേ ബി ഇങ്ങനത്തെ പരിപാടികൾ കാണിക്കുന്നത്. ഇനി 24 ന്യൂസിൽ ഡീറ്റെയിൽ ആയി വന്ന ന്യൂസ് ഞാനിവിടെ പ്ലേ ചെയ്യാം. സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ ടെക്കുകൾ വരെയുള്ളവർക്ക് സ്ഥിരമായി ലഹരി കച്ചവടം നടത്തിയിരുന്ന ഒരു വലിയ ഇടപാടുകാരിയെയാണ് കൊച്ചി ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത് കഴിഞ്ഞ ദിവസം. ഇവരെ വയനാട്ടിൽ നിന്ന് മറ്റൊരു മയക്കുമരുന്ന് കേസിൽ ഒരു സംഘത്തെ പിടികൂടി. അവരാണ് അവരുടെ കയ്യിൽ നിന്ന് കൊച്ചിയിലേക്ക് സ്ഥിരമായി ലക്ഷക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് വാങ്ങുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്ന റിൻസിയുടെ വിവരങ്ങൾ നൽകിയത്. അങ്ങനെയാണ് പാലച്ചുവട് നിന്ന് അവരുടെ കമ്പനി വാടകയ്ക്കെടുത്ത് കൊടുത്ത ഫ്ളാറ്റിൽ നിന്ന് റിൻസിയെ പിടികൂടുന്നത്. ഈ സമയത്ത് റിൻസിയുടെ കയ്യിൽ 20 ഗ്രാമിലധികം MDMA ഉണ്ടായിരുന്നു. പക്ഷേ ഈ റിൻസിയുടെ വാട്സാപ്പ് പരിശോധിച്ച പോലീസുകാർ പോലും ഞെട്ടിപ്പോയിരിക്കുകയാണ്. പ്രതിദിനം 1.5 ലക്ഷം 2 ലക്ഷം രൂപയുടെ ഇടപാടുകളാണ് റിൻസി നടത്തിയിരുന്നത്. അതിൻ്റെ പണം കൈമാറിയതിൻ്റെ രേഖകൾ ഉൾപ്പെടെ പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഓരോരുത്തരും 50,000 രൂപ 40,000 രൂപയ്ക്കൊക്കെയാണ് ഈ റിൻസിയുടെ കയ്യിൽ നിന്ന് ലഹരി വാങ്ങിയിരുന്നത്. റിൻസിയാണ് ബാംഗ്ലൂരിൽ നിന്ന് ലഹരി വാങ്ങാൻ പണം നൽകുകയും യാസർ റാഫത്ത് എന്ന ഈ കേസിൽ പിടിയിലായ രണ്ടാമനാണ് ഈ കച്ചവടം നടത്തുകയും ചെയ്യുന്നത്. ഇതിൽ ആർക്കൊക്കെ കൊടുത്തു എന്നുള്ളതും കൊക്കൈൻ ഉൾപ്പെടെയുള്ള മാരക ലഹരികൾ എത്ര ഗ്രാം വേണമെങ്കിലും വിതരണം ചെയ്യാമെന്ന് പറയുന്നുണ്ട്. തൻ്റെ കയ്യിൽ 5 കിലോ നിലവിൽ MDMA ഉണ്ട് എന്ന് റിൻസി ഈ ചാറ്റിൽ പറയുന്നുണ്ട്. അത് ആവശ്യമെങ്കിൽ 24 മണിക്കൂറും എത്തിച്ചു നൽകാം എന്ന് റിൻസി പറയുന്നു. ഇതിനു പുറമെ റിൻസിയെ ചോദ്യം ചെയ്തപ്പോൾ സിനിമാ മേഖലയിലുള്ള ചിലർക്ക് സ്ഥിരമായി ലഹരി വസ്തുക്കൾ എത്തിച്ചു നൽകാറുണ്ടായിരുന്നു എന്ന് റിൻസി മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് ആർക്കൊക്കെയാണ് എന്നുള്ളത് പോലീസിൻ്റെ അടുത്ത ഘട്ട അന്വേഷണത്തിലാണ്.
കൊച്ചിയിലെ DJ പാർട്ടികളാണ് റിൻസിയുടെ പ്രധാന ഒരു വിളനിലമെന്ന് പറയുന്നത്. അവിടെയാണ് റിൻസി പ്രധാനമായും വലിയ അളവുകളിൽ ഈ ലഹരി വസ്തുക്കൾ എത്തിച്ചു നൽകിയിരുന്നത്. അപ്പോൾ ഇതാണ് ഡീറ്റെയിൽഡ് ആയിട്ട് 24 ന്യൂസിൽ വന്നത്. 24 ന്യൂസിനോടും റിപ്പോർട്ടറിനോടും ഒക്കെ പറയാനുള്ളത്, നിങ്ങൾ യൂട്യൂബർ എന്ന് പറയരുത് റിൻസിയെ. ഓക്കെ, റിൻസി ഈസ് എ മൂവി PR, സിനിമ PR. ഓക്കെ, ഇപ്പോൾ ഒബ്സ്ക്യൂറ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിലായിരുന്നു റിൻസി വർക്ക് ചെയ്തിരുന്നത്. ആ ചാനലുകാർ ഒഫീഷ്യലി ഒരു ഡിക്ലറേഷൻ നടത്തിയിട്ടുണ്ട്. അവർ റിൻസിയെ എന്ത് ചെയ്തിട്ടുണ്ട്, ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ കമ്പനിയിൽ നിന്നുള്ളത്. ഓക്കെ, അങ്ങനെ ഒരു പോസ്റ്റ് ഇവിടെ ഉണ്ട്, അത് ഞാനിവിടെ സൈഡിൽ വയ്ക്കാം. ഇനി കമ്മിങ് ടു ഉണ്ണി മുകുന്ദനിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള ഒരു റീസൺ ഞാൻ പറഞ്ഞുതരാം. ഈ റീസൺലി നടന്ന ഈ വിപിൻ ഉണ്ണി മുകുന്ദൻ സീനിനകത്ത് വിപിൻ ഒരു PR ആണ്. ഓക്കെ, വിപിൻ്റെ ഫേസ് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ PR പണികളും വിപിന് ചെയ്യാം. ഇപ്പം എൻ്റെ വീഡിയോനടിയിൽ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്താണെന്നുണ്ടെങ്കിലും, നീ റിൻസിയെ പൊക്കിപ്പിടിച്ചതല്ലേ, റിൻസി എന്ന് പറഞ്ഞത് ആ ഒരു ഷോർട്ട് ടൈമിൽ എനിക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്തു ഈ വിപിൻ്റെ വിഷയത്തിൽ തന്നെ. അപ്പം വിപിനും റിൻസി തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും, അങ്ങനെ നമുക്ക് പറയാമല്ലോ. മനസ്സിലായി? അപ്പോൾ വിപിൻ്റെ PRകളോടാണ് അങ്ങനെ ഒരു സാധനം കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതാദ്യം ഒന്ന് പറഞ്ഞു തരണം, ഈ PR തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് സിനിമ PR എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് ചാനലുകളുണ്ട്, ഒരുപാട് വ്യക്തികളുണ്ട്. പലരും ലഹരിയാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ കയ്യിൽ വെച്ചിട്ട് ബാക്കിയുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് സിനിമാക്കാരിലേക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഉപയോഗിക്കുന്നത് ലഹരി ബന്ധങ്ങളാണ്, ലഹരി പാർട്ടികളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഒരു ആക്സസിന് വേണ്ടിയിട്ട് ഇവിടെ ഉപയോഗിച്ച ഒരു പരിപാടി കവറപ്പ് ചെയ്യാനാണ് എന്ത് യൂട്യൂബർ എന്നുള്ള പേരിലേക്ക് റിൻസിയെ മാറ്റിയത്. സിനിമ PR എന്നുള്ളതിന് മാറ്റിയിട്ട് യൂട്യൂബർ എന്നുള്ള പേരിലേക്ക് മാറ്റി. പിന്നെ വേറൊരു ഗെയിം ഇതിൽ നടന്നത്, റിൻസിയോട് നല്ല പക ആർക്കുണ്ട്, ഉണ്ണി മുകുന്ദൻ്റെ സ്ക്രീനിനകത്ത് വിപിന് കാണും, ഇല്ലയെന്ന് ഞാൻ പറയുന്നേ ഇല്ല. ഓക്കെ, ഏതെങ്കിലും വഴിക്ക് ഇങ്ങനൊരു PR അടി ഉണ്ണി മുകുന്ദനെതിരെ ഇവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. അത് ആരടിച്ചു എന്തടിച്ചു എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. പക്ഷേ റിൻസിയുടെ പേര് കൊണ്ടുവന്ന് ഉണ്ണി മുകുന്ദൻ്റെ മാനേജറാണ് എന്ന് പറയുന്ന രീതിയിൽ ഒരു PR വർക്ക് ഇവിടെ നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ശുദ്ധ തെമ്മാടിത്തരമാണ്. കാരണം ഈ മാർക്കോൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ സിനാരിയോ ഒക്കെ സംഭവിക്കുന്ന സമയത്തും ഉണ്ണി മുകുന്ദൻ ആ സിനിമയിൽ വർക്ക് ചെയ്തൊരു PR എന്നുള്ള നിലയ്ക്കാണ് റിൻസിയോട് എന്ത് ചെയ്തത്, കൂടുതലായിട്ട് സംസാരിച്ചിട്ടുണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ ആ പ്രൊജക്റ്റിൻ്റെ കാര്യമായിട്ടായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം അവർ തമ്മിൽ എനിക്കറിയില്ല ആ ടൈമിൽ അങ്ങനെയാണ് എന്നുള്ളത് ആ പെർട്ടിക്കുലർ ടൈം ഫ്രെയിമിനകത്ത് റിൻസി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണി മുകുന്ദൻ ഇതിൽ എന്ത് ചെയ്യാനാ, ഉണ്ണി മുകുന്ദൻ ഇതിനായിട്ട് എന്തെങ്കിലും വല്ല ബന്ധമുണ്ടോ? നിങ്ങൾ ഈ ഉണ്ണി മുകുന്ദൻ്റെ മാനേജർ എന്നൊക്കെ പറഞ്ഞിട്ട് ചൊത്ത PR അടിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, ഉണ്ണി മുകുന്ദൻ ലാസ്റ്റ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ട അവസ്ഥയും കൂടി ഉണ്ണി മുകുന്ദന് വന്നിട്ടുണ്ട്. ഉണ്ണി മുകുന്ദൻ വുഡ് ലൈക്ക് ടു ക്ലാരിഫൈ ദാറ്റ് ഹി ഡസൻറ്റ് ഹാവ് ആൻഡ് ഹാസ് നെവർ ഹാഡ് എ പേഴ്സണൽ മാനേജർ റെപ്രസെൻറ്റിംഗ് ഹിം ഇൻ എനി കപ്പാസിറ്റി. All official communication, collaboration and professional matters are handled directly by him or through his production company UMF. We strongly urge individuals and platforms to refrain from spreading false and misleading information regarding this representation. Anyone found misinterpreting themselves or continuing to circulate such false claims will be subjected to strict legal actions എന്ന് പറഞ്ഞിട്ട് ഉണ്ണി മുകുന്ദനെ UMF ടീം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ആ രീതിയിലാണ് ഇവിടെ എന്ത് ചെയ്തത്, സർക്കുലേറ്റ് ചെയ്തത്. ഈ പറഞ്ഞ റിൻസി ഉണ്ണി മുകുന്ദൻ്റെ മാനേജറാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഗെയിം നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു സ്ഥലത്ത് ഇവർ PR എന്നുള്ള നിലയ്ക്ക് കുറേ സിനിമകൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ഈ റിൻസി. അപ്പോൾ ഈ PRകൾ തമ്മിൽ തന്നെ നല്ല അടി നടക്കുന്നുണ്ട്. സിനിമ മൂവി PR ടീംസ് തന്നെ തമ്മിൽ നല്ല അടിയുണ്ട്. അപ്പോൾ നല്ല കോമ്പറ്റീഷനും ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനത്തെ ഒരു സ്കീമിനകത്ത് ഈ ഒരു സാധനം എന്ത് ചെയ്തു, ഉണ്ണി മുകുന്ദൻ്റെ തലയിലേക്ക് ഇങ്ങനെ ഒരു സാധനം ബൈപ്പാസ് ചെയ്ത് വിട്ടു. അത് ഉണ്ണി മുകുന്ദനോടുള്ളൊരു ദേഷ്യം കൂടി ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ ഒന്ന് താഴ്ന്നു കിടക്കുള്ളൂ, അപ്പോൾ അയാളെ തലയ്ക്ക് ഒന്നും കൂടി വെച്ചോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം വെച്ച് കൊടുക്കൽ. പിന്നെ PRകളുടെ സംഗതികൾ പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ റിൻസിനെ പിടിച്ച് യൂട്യൂബറാക്കി. എങ്ങനെയുണ്ട്? അതിലും വലിയ വിറ്റ്. യൂട്യൂബർ എന്നുള്ള നിലയ്ക്ക് റിൻസിൻ്റെ യൂട്യൂബ് ചാനൽ ഏതാ? റിൻസിക്ക് എവിടെ യൂട്യൂബ് ചാനൽ? ഫേസ്ബുക്കിൽ ഇങ്ങനെ പോസ്റ്റുകൾ എഴുതിയിടും. റിൻസി ഇതിനിടയിൽ മാർക്കോ സീനുകൾ ഉണ്ടായ സമയത്ത് ഉണ്ണി മുകുന്ദനെ കുറിച്ചൊരു പോസ്റ്റ് എഴുതിയിട്ടുണ്ട്. ഈ പോസ്റ്റ് കാരണം കൊണ്ട് റിൻസിനെ പിടിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ണി മുകുന്ദനെ മാനേജർ ആക്കാൻ പറ്റുമോ? അതെങ്ങനെ ആക്കാൻ പറ്റും? അപ്പോൾ ആകെ മൊത്തം ഇവിടെ നടക്കുന്ന പരിപാടികൾ എന്താ അറിയോ, അങ്ങോട്ടും ഇങ്ങോട്ടും PR ഗെയിം, PR അടികൾ, PR വെച്ച് തമ്മിലടിക്കുക. ഇൻഡസ്ട്രിക്കകത്ത് ഇൻഡസ്ട്രി നന്നാവണം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാൻ എന്താ അറിയുള്ളത്, ഇങ്ങനത്തെ ലഹരിയുടെ മുകളിലല്ല ബന്ധങ്ങൾ ഉണ്ടാക്കേണ്ടത്. മനസ്സിലായോ? ഇങ്ങനത്തെ ലഹരിയുടെ മുകളിലല്ല. ഇത് ഏതെങ്കിലും ഒരു കാലത്ത് പിടിക്കും.
പിടിച്ചിരിക്കും. പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ലൈഫില്ല. നിങ്ങൾ ഈ സെലിബ്രിറ്റി ഫേസിൽ നിൽക്കുമ്പോൾ ഒരു ആഘോഷിച്ച് അതിൻ്റെ ഒരു ഉന്മാദത്തിൻ്റെ മുകളിൽ ഇതൊക്കെ വലിച്ചു കയറ്റാനോ അടിച്ചു കയറ്റാനൊക്കെ നടക്കുമായിരിക്കും. പല ബന്ധങ്ങളും നിങ്ങളപ്പോൾ എടുത്തും ചെയ്യും. ഇങ്ങനത്തെ സാധനങ്ങളിൽ ദയവ് ചെയ്ത് പോകാതിരിക്കും. ഇത് എനിക്ക് പലരുടെയും പേരുകളോ കാര്യങ്ങളോ ഒന്നും പറയാൻ പറ്റാത്തത് കൊണ്ടാണ്. ഓക്കെ, കാരണം നിയമത്തിൻ്റെ വഴിക്ക് പോകണം. അവർക്ക് അവരുടെ കറക്റ്റ് ട്രാക്കിൽ കാര്യങ്ങൾ ട്രാക്ക് ചെയ്ത് പിടിക്കുക, അതാണ് കറക്റ്റ്. മനസ്സിലായോ? പക്ഷേ ഇവിടെ പലരും പോകുന്ന ട്രാക്ക് ശരിയല്ല. അവരായിട്ട് നശിക്കുകയാണ്, അവരൊപ്പമുള്ളവർ അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് യങ് ജനറേഷനിൽ പെട്ട കുറേ ആൾക്കാർ. അത് ഈ റിൻസിയൊക്കെ ഹാൻഡിൽ ചെയ്തിരുന്നത് ഇപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് 10-700 ഗ്രൂപ്പാണ് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. അതും പലരും വാട്സാപ്പിൽ മെസ്സേജ് അയക്കാതെ ടെലിഗ്രാം വഴിയാണ് ഈ സാധനങ്ങൾ ആക്സസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ഇത് അത് മാത്രമല്ല, നിങ്ങളുടെയൊക്കെ ഹെൽത്തിൻ്റെ അവസ്ഥ എന്നത് ഉപയോഗിക്കുന്നത്. ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഇൻഡസ്ട്രിയിൽ നിന്ന് കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ കപ്പാസിറ്റിയും കേപ്പബിലിറ്റി ഒക്കെ ഉള്ള ആളുകളാണ് നിങ്ങൾ ഈ സാധനങ്ങൾ കണ്ട കല്ലും പുല്ലും ഒക്കെ വലിച്ചു കയറ്റിയിട്ട് എന്തിന് ജീവിതം നശിപ്പിക്കേണ്ട ആവശ്യം? എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഒരു സിനിമ PR ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഇവിടെ എല്ലാവരും കൂടി പിടിച്ചത് യൂട്യൂബറാക്കി യൂട്യൂബേഴ്സിൻ്റെ തള്ളിയിട്ട്. ഇന്നലെ സുജിത് ഭക്തൻ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇത് ഏത് യൂട്യൂബ് ചാനലുള്ള റിൻസിയെ കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത്? ഇത് എന്ത് യൂട്യൂബറാണ്? ഇതൊക്കെ കേട്ടിട്ട് 24/7 ഡിബേറ്റിനകത്ത് ആളുകൾ വന്നിരിക്കും, എന്നിട്ട് യൂട്യൂബേഴ്സിൻ്റെ തലയിൽ കയറും. ഞാൻ പറയുന്നത് യൂട്യൂബേഴ്സിൽ എല്ലാവരും ക്ലീൻ ചീറ്റാന്നല്ല പറയുന്നത്. പക്ഷേ ഈ റിൻസിയോ അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കുന്നതിൽ മെജോറിറ്റി യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ആളുകളിൽ പകുതി ആൾക്കാരും ഇൻഫ്ലുവൻസറും ആവില്ല, യൂട്യൂബറും ആവില്ല. ഈ റിൻസിയുടെ കേസിൽ പ്രത്യേകിച്ചല്ല. ബിക്കോസ് സിനിമ PR എന്നുള്ളത് മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്തത്, ഇതിങ്ങനെ ആക്കിയത്. അപ്പുറത്തെ സൈഡിൽ വേറൊരു അടി നടന്നുകൊണ്ടിരുന്നു, ഒരു അടി കിട്ടിയത് കൊണ്ടും അതിനെ പിടിച്ചിട്ട് ഉണ്ണി മുന്തനെ മാനേജറാക്കി ഉണ്ണി മുന്തനെ എയറിലോട്ട്. ഈ റിൻസിയുടെ ഈ ബാക്ക്ഗ്രൗണ്ടുകളോ റിൻസി ഇങ്ങനത്തെ ഒരു കച്ചവടക്കാരിയാണ് എന്നുള്ളതോ ഒന്നും അറിയാതെ റിൻസിയായിട്ട് ഡീൽ ചെയ്ത് ഒരുപാട് പേരുണ്ട്. കുറച്ചൊക്കെ പേര് എന്നെ പേഴ്സണലി വിളിച്ചിട്ട് എന്തുവാടെ ഇത് ഇവളിങ്ങനെ, മനസ്സിലായോ, അന്തം വിട്ട് പോവാണ്. 2 ആഴ്ച മുന്നേ ഞാനൊന്ന് അന്തം വിട്ടതാണ് റിൻസിയുടെ കേസ് അറിഞ്ഞപ്പോൾ. പിന്നെ പിടിക്കണം, ഇങ്ങനത്തെ ഒക്കെ ചെയ്യുന്ന ആളുകളെ പിടിക്കാതെ ഇരിക്കരുത്. മനസ്സിലായോ? ഇങ്ങനത്തെ പരിപാടികൾ സൊസൈറ്റിക്കകത്ത് ചെയ്യുന്ന ആളുകൾ ലഹരിയൊന്നും വിറ്റിട്ട് ആരും ജീവിക്കേണ്ട. പിന്നെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ സിസ്റ്റത്തിന് നേരെ നാട്ടുകാർ നേരെ നടുവരിൽ പൊക്കി കാണിച്ചത് അതൊന്നുമില്ല. അതൊക്കെ ഇനി നമുക്ക് എത്രത്തോളം അറിയുന്ന, നമുക്ക് എത്ര ക്ലോസ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ വൃത്തികേടുകൾ സൊസൈറ്റിയിൽ ചെയ്യുന്നത് ഒരിക്കലും എൻ്റർടൈൻ ചെയ്ത് കൊടുക്കാൻ ഞാൻ നിൽക്കില്ല. എനിക്കിതിനോട് താല്പര്യമില്ല. ബിക്കോസ് ഞാൻ എൻ്റെ ലൈഫിന് ഞാൻ അടുപ്പിക്കാത്തൊരു കാര്യമാണ് ലഹരി എന്ന് പറയുന്നത്. ഞാൻ ഇന്നേ വരെ കല്ലോ പുല്ലോ വെള്ളമോ 1 രൂപേൻ്റെ ഒരു പാൽ പോലും തിന്നാത്തൊരു മനുഷ്യനാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ സാധനങ്ങളോടും താല്പര്യമില്ല. അത് ഉപയോഗിക്കുന്ന വ്യക്തികളും അല്ലെങ്കിൽ അതിങ്ങനെ ചെയ്യുന്ന ആളുകളോടും പ്രത്യേകിച്ച് ഒരു തരത്തിലും പോകാൻ പറ്റില്ല. അവരോട് ചേരാനും പറ്റില്ല, പോകാനും പറ്റില്ല. ഫൈൻ, ഞാൻ ആരും ഉപദേശിക്കാനും പോകലില്ല, ആരോടൊന്നും പറയാനും പോകലില്ല. പെടുന്ന കാലത്ത് പെടുമ്പോൾ ഇതേപോലെ അടങ്ങരപ്പെടും. ഓക്കെ, അടങ്ങരപ്പെടും. പെട്ടിട്ട് പിന്നെ വന്ന് നന്നാവുന്നവർ നന്നായിട്ടുണ്ട്. പലരും ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ കേസുകളിൽ പെട്ട് പിന്നെ ഒന്ന് രക്ഷപ്പെടണം, നന്നാവണം എന്ന് വിചാരിച്ചിട്ട് മാറി വരുന്നവരുണ്ട്. ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു എക്സാമ്പിൾ ഷൈൻ ടോം ചാക്കോ മാറി വരുന്നുണ്ട്. അയാൾ മാറി വരുന്നവർ മാറി വരട്ടെ. ഇത് ഉപയോഗിക്കാൻ വാങ്ങി സ്വയം ഉപയോഗിക്കുന്നവരെക്കാൾ ഡേഞ്ചറാണ് ഈ സാധനങ്ങൾ വാങ്ങി ബാക്കിയുള്ളവർക്ക് കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ആളുകൾ. അവരോട് ഒരിക്കലും പൊറുക്കാനോ മാപ്പ് കൊടുക്കാനോ പറ്റില്ല. സൊസൈറ്റി അവരെ നോട്ട് ചെയ്ത് വെക്കണം, ഒറ്റപ്പെടുത്തണം. ശക്തമായുള്ള നിയമ നടപടി മുന്നോട്ടും പോകണം. പിന്നെ ഈ റിൻസിയുടെ കോണ്ടാക്റ്റുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കോണ്ടാക്റ്റുകളല്ല. ഞാൻ അറിഞ്ഞിടത്തോളം ചെറിയ കോണ്ടാക്റ്റുകളല്ല. അതുകൊണ്ട് റിൻസിയുടെ കേസ് എവിടെ എത്തും എന്നുള്ളൊരു ഉറപ്പൊന്നും എനിക്കില്ല. കാരണം റിൻസി വെട്ടാൽ, റിൻസി ഇന്നലെ നടുവരൽ പൊക്കി കാണിക്കാനുള്ള ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് റിൻസിക്ക് അറിയാം. റിൻസി വെട്ട് കഴിഞ്ഞാൽ റിൻസിയുടെ കോണ്ടാക്റ്റിലൂടെ വരാൻ പോകുന്നത് വലിയ വലിയ മീനുകളാണ്. അവർ പെടാതിരിക്കാൻ അവരെന്ത് ചെയ്യും, സിസ്റ്റത്തിന് മുകളിൽ പ്രഷർ ഇടും. ഡാൻസ് ആഫിലെ ആളുകൾ കൃത്യമായി പണിയെടുക്കുന്നുണ്ട്. അത് അവിടെ നിന്ന് മാറി മുകളിലോട്ട് പോകുമ്പോഴാണ് ഈ പ്രഷറും സാധനങ്ങളൊക്കെ വരുന്നത്. പലരുടെ പേരിലും പല സിനിമയ്ക്കും പല ഷോയ്ക്കും പല കാര്യങ്ങൾക്കും പലൊരു കോടികളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഇവരൊക്കെ കേസിൽ പെടാൻ തുടങ്ങിയ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പുറത്ത് വരില്ല. മനസ്സിലായോ? സിനിമ ഫീൽഡൊക്കെ നന്നാക്കണമെങ്കിൽ സിനിമാക്കാർ തന്നെ വിചാരിക്കണം. അല്ലാതെ മറ്റേ എല്ലാം പിടിച്ചിട്ട് നാട്ടിൽ കൂടി പോണ യൂട്യൂബേഴ്സിന് തലയിട്ടിട്ടൊന്നും കാര്യമില്ല. ഇത് സിനിമ ഫീൽഡിൽ നടക്കുന്ന പരിപാടിയാണ്. സിനിമ PR ഞാൻ എല്ലാവരും പറയുന്നില്ല, എനിക്കറിയുന്ന എത്രയോ നല്ല നല്ല ആളുകളുണ്ട്,
ഇഷ്ടംപോലെ നല്ല നല്ല വ്യക്തികളുണ്ട്. ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാഫിയ തന്നെ ഉണ്ട്. അതിനെ തകർക്കണമെങ്കിൽ നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. നമുക്കും അതിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമ്മുടെ കോൺട്രിബ്യൂഷൻസ് അത്രയും നമുക്കും ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ സിനിമാക്കാർ തന്നെ അതിന് ഇറങ്ങി തിരിഞ്ഞ് നടന്നാലേ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. ഓക്കെ, ഇതാണ് റിൻസിയുടെ വിഷയം. ഞാനീ പറഞ്ഞ പോലെ ആ ഒരു ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞ ആളുടെ തലേക്ക് ഈ സാധനങ്ങൾ പോയി വീഴുന്നതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അയാളിപ്പോൾ ലൈഫിൻ്റെ ഒരു സ്റ്റേജിലാണ്. സംഗതി എനിക്ക് പ്രശ്നങ്ങളുണ്ടാവും അയാളോട് പേഴ്സണലി. ബട്ട് ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ ഇങ്ങനെ വീണ് കിടക്കുന്ന ഒരാളെ പിടിച്ചിട്ട് എയറിലാക്കുക, കുത്തുക, ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നതിനോട് ഒട്ടും യോജിക്കാൻ പറ്റില്ല മക്കളെ.